ഇപ്പം 29 സൂര്യാസ്തമയ ശേഷം ചന്ദ്രോദയമുണ്ടാവുകയും ആ ചന്ദ്രനെ കാണുകയും ചെയ്താൽ, അതാണ് നിങ്ങൾ മാസം കണ്ടാൽ നോമ്പ് നോൽക്കുക, മാസം കണ്ടാൽ പെരുന്നാൾ ആഘോഷിക്കുക എന്ന് നബി തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു. സൂമു ലിറുയതിഹി. റഅ എന്ന വാക്കിന് കണ്ടു എന്ന അർത്ഥം. റഅ എന്ന് നിരുപാധികം പറഞ്ഞാൽ കണ്ടു എന്നാണ് നേരർത്ഥം. കണ്ണുകൊണ്ട് കാണുന്നതിനാണ് റഅ എന്ന വാക്ക് അടിസ്ഥാനപരമായി ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ സൂമു ലിറുയതിഹി, അതിനെ കണ്ടാൽ നിങ്ങൾ നോമ്പ് നോൽക്കുകയും. അപ്പോൾ എപ്പോഴാണ് കാണുക, എന്നാ കാണുക? 29 സൂര്യാസ്തമയ ശേഷം ആകാശത്തേക്ക് നോക്കുകയും ചന്ദ്രനെ ദൃശ്യമാവുകയും ചെയ്താൽ മാസം മാറി എന്നർത്ഥം. ഹദീസിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞു, നിങ്ങൾ മേഘം മൂടിയാൽ 30 പൂർത്തിയാക്കുകയും. മേഘം മൂടിയാലും ചന്ദ്രൻ ഉണ്ടാകാമല്ലോ. മേഘം മൂടിയോളം ചന്ദ്രൻ ഇല്ലാതാവില്ല. ചന്ദ്രൻ ഉണ്ട്, പക്ഷെ നമ്മളെ കാഴ്ചയിൽ മറയും മേഘം മൂടിയാൽ, അത്രയേ ഉള്ളൂ. അപ്പം നബി തങ്ങൾ പ്രത്യേകം പറഞ്ഞു, മേഘം മൂടിയാൽ 30 പൂർത്തിയാക്കുക. അപ്പം ചന്ദ്രൻ ഉണ്ടോ ഇല്ലേ എന്നതല്ല അടിസ്ഥാനം, ഉള്ള ചന്ദ്രനെ കണ്ടോ കണ്ടില്ലേ എന്നാണ് അടിസ്ഥാനം. അത് പ്രകാരം നാളെ ശഅബാൻ 29, പക്ഷെ നാളെ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മിനിറ്റുകൾക്ക് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കുന്നു. ഇത് ലോകം മൊത്തം അംഗീകരിച്ച കണക്കാണ്, നമ്മൾ നാലാൾ മാത്രം കൂട്ടിയിട്ടുണ്ടാക്കിയ കണക്കല്ല. ഇതിൽ സുന്നി മുജാഹിദും അല്ലാത്തവരും മുസ്ലിമും അല്ലാത്തവരും ഒന്നും തമ്മിൽ വ്യത്യാസമില്ല. ഇത് ഗോളശാസ്ത്രം മുഴുവൻ അംഗീകരിച്ച കണക്കാണ്, ലോകം മൊത്തം സ്വീകരിച്ച കണക്കാണ്. അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് നമ്മളൊക്കെ നാട്ടിൽ നാളെ സൂര്യാസ്തമയത്തിൻ്റെ മിനിറ്റ് 1, 2, 3 മിനിറ്റുകൾക്ക് മുമ്പായി കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ചന്ദ്രൻ അസ്തമിച്ചു പോകുന്നു. അപ്പോൾ നാളെ ഇപ്പോൾ മഗ്രിബ് ബാങ്ക് 6:35 അപ്പോൾ ചില സ്ഥലത്ത് 6:34 ചന്ദ്രൻ അസ്തമിക്കുന്നുണ്ട്, ചില സ്ഥലത്ത് 6:33 അസ്തമിക്കുന്നുമുണ്ട് കേരളത്തിൽ. ഞാൻ അപ്പുറത്തേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. ഏതായാലും 6:35 മുമ്പ് ചന്ദ്രൻ അസ്തമിച്ചു പോകും. ഇനി 35 സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഈ ചന്ദ്രനെ കാണണം, അതേതായാലും ഉണ്ടാവുമല്ലോ. അതേതായാലും സാധ്യമല്ല. 35 സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ 37, 38, 40, 45 ചന്ദ്രനെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ അന്നത്തെ അത്ഭുതമുള്ള വാർത്തതായിരിക്കും. കാരണം എല്ലാ കാൽക്കുലേഷനും തെറ്റി. 33 അസ്തമിച്ച് ചന്ദ്രൻ 40 കണ്ടുകൊണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നോമ്പിന് മാത്രമല്ല ബാധിക്കുക, അത് ലോകക്രമം തന്നെ അതോടുകൂടി മാറ്റം വരും, ചർച്ചകൾ വരും. പിറ്റേന്നത്തെ എല്ലാ പേപ്പറിൻ്റെയും ഒന്നാമത്തെ തലവാചകം അതായിരിക്കും, അന്നത്തെ സ്പെഷ്യൽ ഫ്ലാഷ് ന്യൂസ് അതായിരിക്കും. കാരണം അത് ലോകം മുഴുവൻ വലിയ ചർച്ചയാക്കി എടുക്കുന്നത്. അപ്പോൾ നാളെ ചന്ദ്രോദയമില്ല എന്നർത്ഥം. സൂര്യാസ്തമയ ശേഷം ചന്ദ്രനെ കാണൂല, അതില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റന്നാൾ പിന്നെ 30 തന്നെയാണ്. നാളെ 29, മറ്റന്നാൾ 30. അപ്പോൾ ഇല്ല എന്ന് പറയാൻ കണക്കുകൾ സ്വീകരിക്കാം, ഉണ്ട് എന്ന് പറയാനും കണക്ക് സ്വീകരിക്കാം. പക്ഷെ ഉണ്ടെന്ന് സ്ഥിരപ്പെട്ടതുകൊണ്ട് മാസം മാറുന്നില്ല. ഉള്ളതിനെ കാണുമ്പോഴാണ് മാസം മാറുക. കാണാൻ കണക്ക് പോരാ, ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ കണക്ക് പറ്റും. ഇല്ലാന്ന് കണക്കോട് ഉറപ്പായി പിന്നെ ഞാൻ പോയി നോക്കേണ്ട ആവശ്യമില്ല. ഇല്ലാന്ന് ഉറപ്പായ സംഗതി ഇനി കാണാൻ പോയി നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഉണ്ടെന്ന് ഉറപ്പായ സംഗതിയോ ഉണ്ടായാൽ പോരാ. സൂമൂലി റുയതിഹി, കണ്ടാൽ നിങ്ങൾ നോമ്പ് നോൽക്കുകയും. അപ്പം കണ്ടാലാണ് നോമ്പ് നോക്കേണ്ടത്. അതുകൊണ്ടാണ് ഉദയമുണ്ടെങ്കിലും നമ്മൾ മാസപ്പിറവി കാണാൻ വേണ്ടി പോകും. വിശ്വാസയോഗ്യരായ ആളുകൾ കണ്ടു എന്ന് പറഞ്ഞ് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് മാസം ഒന്നായി പ്രഖ്യാപിക്കും. ഉദയമുണ്ട് കണ്ടില്ല എങ്കിൽ പിറ്റേന്ന് 30 കണക്കാക്കും. ഇപ്രാവശ്യം ഉദയമില്ല, അവിടെ നോക്കാൻ പോകേണ്ട കാര്യമില്ല, കാണില്ല എന്ന് ഉറപ്പാണ്. അവിടെ അതിലൂടെ അഭിപ്രായ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകാൻ സാധ്യതയുമില്ല. കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നാളെ സംഭവിക്കുക എന്താണ്? ഇതൊന്നും സ്വീകരിക്കാത്ത ആളുകൾ നോക്കാൻ പോകും. ആയിക്കോട്ടെ, നോക്കാൻ പോയാലും ഏതായിരുന്നാലും ചന്ദ്രനെ കാണൂല. അപ്പം കണക്ക് പോരാ, 29 നോക്കണം. ആയിക്കോട്ടെ, ശരി, 29 നോക്കല് ഇവിടെ സുന്നത്താണ്. അത് പ്രകാരം ഒരാൾ നോക്കാൻ പോയി, ആയിക്കോട്ടെ, നമ്മൾ ആക്ഷേപിക്കേണ്ട. പക്ഷേ ഒരാൾ 10 നിന്നിട്ട് തിരിച്ചിട്ട് പോലും കണ്ടില്ല എന്ന് പറയും, പിറ്റേന്ന് 30 നമ്മളതിനെ നോക്കാൻ പോകണില്ല. കാരണം ഇനി സൂര്യാസ്തമയത്തിന് മുമ്പേ അസ്തമിച്ച് പോയി എന്ന് ഉറപ്പായ സംഗതിയെ ഇനിയിപ്പോൾ നോക്കാൻ പോകേണ്ട കാര്യമില്ല. ഏതെന്നാലും മറ്റന്നാൾ 30 അപ്പോൾ ബുധനാഴ്ച മഗ്രിബോട് കൂടി ശഅബാൻ മാസം അവസാനിക്കും. അതുകൊണ്ട് റമദാനിലേക്ക് ഇൻഷാ അല്ലാഹ് പ്രവേശിക്കുകയും ചെയ്യും. കണ്ടു എന്ന് ആരെയും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ നോമ്പിനെ മാത്രമല്ല ബാധിക്കുക, നാളെ പഠിത്തം കണ്ടു എന്ന് വിചാരിക്കുക. അത് നമ്മൾ മുസ്ലിമുകളുടെ നോമ്പിന് മാത്രമുള്ള മസാലല്ലോ. സ്വാഭാവികമായും അത് മൊത്തത്തിൽ ഇവിടെ ചർച്ചയായി പോകുന്നു. അല്ലാതെ നമ്മൾ മാത്രം അതിൽ ഇനി അവനെ വിശ്വസിക്കാൻ പറ്റുമോ നമ്മൾ വിചാരം ചെയ്യേണ്ട ഒരു കാര്യവും അതിലില്ല. സത്യപ്രകാരം ഇതൊക്കെ പറയാൻ കഴിയില്ല, പിന്നെ ഒരു നുണ പറയണം, അത്രേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ന്യായപ്രകാരം ഒരാളങ്ങനെ കണ്ടു എന്ന് പിന്നെ കണക്ക് തെറ്റൂല, കണക്ക് തെറ്റൂല, കണക്ക് കൂട്ടൽ തെറ്റിയേക്കാം. അതാ പറഞ്ഞത് നമ്മൾ നാലാൾ മാത്രം കൂട്ടിയ കണക്കല്ല. അപ്പോൾ ഇതിവിടെ മൊത്തം
എല്ലാ സർക്കാരുകളുടെയും സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് മൊത്തം കണക്കൂട്ടുന്ന കണക്കാണ്. ഓരോ പോയിന്റിലും എവിടെയാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്, എപ്പോൾ എവിടെ എത്തുന്നു, എവിടെ അസ്തമിക്കുന്നു, എവിടെ ഉദിക്കുന്നു ഒക്കെ മൊത്തത്തിലുള്ള കണക്കാണ്. അത് മൊത്തം തെറ്റണം, അല്ലാതെ നമ്മുടെ കലണ്ടർ മാത്രമല്ല തെറ്റുക. പിന്നെ ആകെ തെറ്റാൻ സാധിക്കും കലണ്ടറിൽ അച്ചടിച്ചപ്പോൾ അല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നെങ്കിലേ ഉള്ളൂ. 2 മിനിറ്റ് മുമ്പ് അസ്തമിക്കുന്നത് പേജ് 2 മിനിറ്റ് ശേഷമാണെങ്കിൽ അത് നമ്മൾ അച്ചടിയിൽ വന്നെങ്കിലേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഒരു കലണ്ടറിൽ വരുള്ളൂ, എല്ലാത്തിലും വരുന്നല്ലോ. അപ്പോൾ ഏതെന്നാലും ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യം ഷഅബാൻ 30 പൂർത്തിയാക്കിയിട്ടായിരിക്കും നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുക.